ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വണ്ടിയിൽ ഒരു ടോപ്പ് ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഈ ഒരു ടോപ്പ് ബോക്സ്. ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ദോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പിന്നെ മാത്രമല്ല കേട്ടോ, കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇത്ര വലിയൊരു ബോക്സ് വെച്ചത്, അത് ബോറല്ലേ, അങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഉത്തരം കൂടെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ടൂറിംഗ് ഒക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ബോക്സാണ് നമ്മൾ ഫിറ്റ് ചെയ്തത്. ഇത് ഷാഡിൻ്റെ ബോക്സാണ്. ഷാഡ് പറഞ്ഞ കമ്പനിയുടേതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ ഇവിടെ മായ്ച്ചിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൻ്റെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് പിറക് വശം എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ ഒരു രൂപമാണ്. കണ്ടോ, കാണാൻ വലിയ ബോറോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഒരു നല്ലൊരു ഷേപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഇതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ ദോഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് അവർ കീ തരും. ഈ ഒരു കീ വെച്ച് ഇത് സിമ്പിളായിട്ട് തുറക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല, വേറെ ആളുകൾക്കൊക്കെ ഇത് തുറന്നെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. കാരണം നമുക്ക് അത്ര നല്ലൊരു ലോക്കാണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലോക്ക് ഇട്ടതിന് ശേഷം കണ്ടോ, ഇതിങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് തുറക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഉൾവശം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇത് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അടയും. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ ലോക്കാക്കണം, അപ്പോഴേ ഇത് ലോക്കാവുള്ളൂ. അപ്പോൾ പിന്നെ ഇത് തുറന്നാൽ കിട്ടൂല. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ബോക്സ് എടുത്ത് മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ ഇനി അതെങ്ങനെ നമുക്ക് നോക്കാം. ഇതുപോലെ തന്നെ ഈ കീയിൽ ലോക്ക് തുറക്കാം. അപ്പോൾ ലോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറക്കാൻ പറ്റും. പിന്നെ ലോക്ക് തുറന്നതിന് ശേഷം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിങ്ങനെ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇത് സിമ്പിളായിട്ട് നമുക്കിത് അഴിച്ചു മാറ്റാം. ഇതിപ്പോൾ ഇതിന് കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, അതാണ് നമ്മൾ അഴിച്ചു മാറ്റാൻ പറ്റാത്തത്. അതും തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ, ഈ സീറ്റിൻ്റെ ഉള്ളിലാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അപ്പോൾ നമുക്കത് ഊരിക്കഴിഞ്ഞാൽ ഈ ബോക്സ് നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്ത് വെക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഇത് വെക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, അങ്ങനെ തലക്കുക. അതിങ്ങനെ അവിടെ അതിൽ കറക്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം ഇത് ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, അതവിടെ കറക്റ്റായിട്ട് നിന്നും ചെയ്തു. വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വിശാലമായൊരു സ്പേസാണ്. കണ്ടോ, ഇത്രയും വലിയ സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ഈ അകത്തന്നെ ഇത്ര സ്പേസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ടും ഉണ്ട്. അപ്പോൾ അത് കാരണം ഇതിൽ കുറേ സാധനങ്ങൾ വെക്കാൻ പറ്റും. ഇവർ പറയുന്നത് 3 കിലോ ഒക്കെയാണ് പറയുന്നതെങ്കിലും 5-6 കിലോ ഒക്കെ സുഖമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ കുറേ കൊണ്ടുപോയതാണ്. പിന്നെ വേറെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഹെൽമെറ്റ് വെക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു ബോക്സ് വാങ്ങുമ്പോൾ പല സ്ഥലത്തും നമുക്ക് യാത്ര പോകുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഹെൽമെറ്റ് വെക്കാനുള്ളൊരു പ്രശ്നമാണ്. ഹെൽമെറ്റ് നമ്മൾ കയ്യിൽ പിടിച്ച് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അതിന് ഇത് വളരെ നല്ലൊരു പരിഹാരമാണ്. ഇതിൽ നമ്മുടെ ഹെൽമെറ്റ് ഇപ്പോൾ ഞാൻ MTയുടെ തണ്ടർത്തിയാണ്, അത് കറക്റ്റായിട്ട് നമുക്ക് പോവും. പിന്നെ മാത്രമല്ല, അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൗസും കാര്യങ്ങളും ഒക്കെ വെക്കാനുള്ള സ്ഥലം വേറെ ഉണ്ട്. പിന്നെയുള്ള ഗുണം എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ ഈ ഒരു പിറകുവശമാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ പില്യണ് ഇരിക്കുന്ന സമയത്ത് പില്യണിന് ബാക്ക് റെസ്റ്റ് വേണ്ട എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഗുണം. കണ്ടോ, ഈ ഒരു ഭാഗത്ത് ചാരിയിരിക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗം ഒഴിച്ചു വിട്ട് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നല്ലൊരു കുഷ്യനും കൂടെ നമ്മളിതിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം കുറച്ചുകൂടെ ഇങ്ങോട്ട് തള്ളി വരും, കുറച്ചൊരു കനത്തിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ഡൗട്ടും ഇല്ല, അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ അത് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമാണ്. നമുക്ക് ബാക്ക് റെസ്റ്റ് വെക്കണ്ട എന്നുള്ളത്. കാരണം ഇത്ര നല്ലൊരു ക്വാളിറ്റിയുള്ള സംഭവം വാങ്ങിക്കുമ്പോഴേ നമുക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ. കുറഞ്ഞതൊക്കെ മേടിക്കുമ്പോൾ നമുക്കിത് ആടുമ്പോഴേക്കും ഇങ്ങനെ ആടി കളിക്കും. ഇതങ്ങനെ കണ്ടോ, ഇത് നോക്ക്, ഞാൻ വലിക്കുമ്പോൾ വരെ ഇത് ആടുന്നില്ല. അത്ര നല്ല ഇതിൻ്റെ അകത്ത് മെറ്റൽ പാർട്സാണ് വരുന്നത്. അതാണ് ഈ ലോക്കായിട്ട് നിൽക്കുന്നത്. അത് കാരണം നല്ല ക്വാളിറ്റി തന്നെ ഇത് നിൽക്കുന്നുണ്ട്. ഇതിൽ ലേഡീസ് കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ഇതിൽ ഉമ്മയെ ഒന്നും ഇതുവരെ പോയിട്ടില്ലായിരുന്നു. കാരണം ഇതിലിരിക്കുമ്പോൾ നമ്മൾ സ്പീഡ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയൊരു ഇത് കൊടുക്കുമ്പോഴേക്ക് നമ്മൾ ബാക്കിലുള്ള ആളിങ്ങനെ വലിഞ്ഞു പോകും. അപ്പോൾ ഈ കുറച്ച് വയസ്സായ ആളുകൾക്കും പിന്നെ അതുപോലെ തന്നെ ബൈക്കിലിരിക്കാത്ത ആളുകൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. ഇത് വെച്ചതിന് ശേഷം ഞാൻ ഉമ്മാനെ വെച്ചൊക്കെ കുറേ ദൂരെ പോയിട്ടുണ്ട്. വളരെ കംഫർട്ടാണ്. കാരണം ഒരു പ്രശ്നമില്ല. കണ്ടോ, ഇവരിങ്ങനെ ഇപ്പോൾ ചെരിഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും ഇവർക്ക് ഇതിൽ ഒരു ബാലൻസ് കിട്ടും. അപ്പോൾ അത് കാരണം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതും ഇതിൻ്റെ ഒരു നല്ലൊരു ഗുണമായിട്ട് എനിക്ക് തോന്നി. കാരണം പല ആളുകൾക്കും വണ്ടിയൊക്കെ എടുത്ത് കൊടുക്കുന്നത് വീട്ടിൽ നിന്നാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ആളെ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവരെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പല ആളുകളും എന്നോട് പറയാറുണ്ട്. എന്നിട്ട് ബാക്ക് റെസ്റ്റൊക്കെ വെക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ LED കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൽ LED ലൈറ്റ് അടക്കി വരുന്നില്ല, പക്ഷേ നമുക്കിതിൽ LED ആഡ് ചെയ്യാം. അതിനുള്ളൊരു സ്പേസ് ഇവരിവിടെ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനത്തെ കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല ഗുണമായിരിക്കും. കാരണം ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത്, അതുപോലെ തന്നെ മഞ്ഞുള്ള സ്ഥലത്ത്, അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ വണ്ടി ഒരു ഹൈലൈറ്റ് ആയിട്ട് എല്ലാവരും കാണും പിറകുന്ന് നോക്കുമ്പോൾ. ഈ ഹൈവേയിലൊക്കെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിറകുന്ന് ഇടിച്ചിട്ടുള്ള വലിയ പ്രശ്നമാണ് ഏറ്റവും വരിക.
കാരണം നമ്മൾ പെട്ടെന്ന് പവർ ബ്രേക്കൊക്കെ ഇടുന്ന സമയത്തൊക്കെ. അപ്പോൾ ഈ ഒരു ലൈറ്റ് വളരെ നല്ലതാണ്. ഇത് ഞാൻ കത്തിച്ച് കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞിട്ട്. ഇതിന് ഇൻഡിക്കേറ്റേഴ്സും ബ്രേക്ക് ലൈറ്റും എല്ലാം ഉണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ വരുമ്പോൾ പിറകത്തത് ബ്രേക്ക് ലൈറ്റ് കാണുമെങ്കിൽ പോലും പക്ഷേ നമുക്ക് ഇതൊന്നുകൂടെ ഹൈലൈറ്റ് ആയിട്ട് കാണും. പിന്നെ ഇതിനൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എവിടെയെങ്കിലും വണ്ടി വെച്ച് പോയി കഴിഞ്ഞാൽ ഇത് പെട്ടെന്നൊന്നും ഇളക്കി കൊണ്ടുപോകാൻ പറ്റില്ല കണ്ടോ. അത്രമാത്രം സ്ട്രോങ് ആയിട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ മാത്രമല്ല ഈ ലോക്കുള്ള കാരണമൊന്നും പെട്ടെന്നൊന്നും ഇത് എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല കേട്ടോ, നമുക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടോ ആ നേരത്തെ എടുത്ത് വെച്ചല്ലോ അതുപോലെ എടുത്തു വെക്കാനും പറ്റും. ഇനി നമുക്കിതിൻ്റെ ലൈറ്റൊക്കെ ഒന്ന് കത്തിച്ച് നോക്കാം. ബ്രേക്ക് ലൈറ്റ് ഇതാ, ഇൻഡിക്കേറ്റർ കണ്ടോ, 4 ഇൻഡിക്കേറ്റർ ഇട്ടൊക്കെയാണ് കണ്ടോ. ഇതിപ്പോൾ പകലായിട്ടാണ്, രാത്രിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇരുട്ടാകുമ്പോഴൊക്കെ ആണെങ്കിൽ നല്ല ക്ലിയർ തന്നെ ആയിരിക്കും. ഇനി ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഏറ്റവും എനിക്കൊരു ദോഷമായിട്ട് തോന്നിയതാണ് ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത്, ഇപ്പോൾ റൈഡർ ഇറങ്ങുന്ന സമയത്തും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതിന്മേൽ കാല് തട്ടും. അപ്പോൾ കാല് തട്ടി നമ്മൾ മറിഞ്ഞ് വീഴൊന്നുമില്ല, പക്ഷേ കാല് തട്ടാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ചിറങ്ങുക. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പില്യണാണ്. പില്യണ് കയറാനൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. കാരണം നമ്മൾ ചെറുപ്പക്കാരൊക്കെ ആകുമ്പോൾ കയറാം, വലിഞ്ഞ് കയറാം. പക്ഷേ ഈ കുറച്ച് വയസ്സായ ആളുകൾക്ക് കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഒരു പ്രശ്നമായിട്ട് തോന്നി. പക്ഷേ നമുക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അത്ര സേഫാണ്. നമുക്ക് യാത്രയിൽ ഏറ്റവും നമ്മൾ നോക്കേണ്ടത് പറഞ്ഞാൽ നമ്മുടെ സേഫാണ് നോക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് വലുതാണ് എന്നുള്ളതാണ്. അത് പല ആളുകൾക്കും പല അഭിപ്രായങ്ങളായിരിക്കും. ഇപ്പോൾ പുറകുന്ന് കാണുമ്പോൾ അധികം ആളുകളും നല്ലൊരു ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ വലിയ ബോറാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് പിന്നുള്ളൊരു പ്രശ്നം, കുറച്ച് വലുതാണെന്നുള്ളൊരു കാരണത്തിൽ. അത് പല ആളുകളെ സംബന്ധിച്ചിരിക്കും നമ്മൾ ബോറാണ് എന്നുള്ളതിലേറെ ഉപരി നമുക്ക് സൗകര്യമാണെങ്കിൽ അതാവും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് കരുതുന്നു. പിന്നെ നമ്മൾ ഈ ഒരു സംഭവം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള സാധനം വാങ്ങിക്കുക. നമ്മൾ കുറഞ്ഞ ഒരു പൈസയുടെ അത് നോക്കിയിട്ട് ക്വാളിറ്റി കുറച്ച് വാങ്ങരുത്. ക്വാളിറ്റിയിൽ കുറഞ്ഞ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് വണ്ടിയിൽ നിന്ന് വീണ് പോകാനും അതുപോലെ തന്നെ വേറെയുള്ള ആളുകൾക്ക് അത് കംപ്ലൈൻ്റ് ആക്കി എടുത്തു കൊണ്ടുപോകാനൊക്കെ നല്ലൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം നല്ലൊരു ക്വാളിറ്റിയിൽ വാങ്ങുക. പിന്നെ അതേപോലെ തന്നെ കുറേ ആളുകൾ പറയും ഇത് ഭയങ്കര ബോറാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ടത് ആണ് നമ്മൾ വാങ്ങേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമുക്കുള്ള സൗകര്യത്തിനനുസരിച്ചുള്ളതാണ് വാങ്ങേണ്ടത്. ഇപ്പോൾ ഇത് ഈ ഒരു ബോക്സ് പോലെ വളരെ ചെറുതും പല പല സൈസിലുള്ള ബോക്സുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്തോ അതിനനുസരിച്ച് നമ്മൾ വാങ്ങണം. അപ്പോൾ ഈ ഒരു ബോക്സ് ഉണ്ടാവുകൊണ്ട് എനിക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. കാരണം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ മുമ്പ് ഞാൻ ജിക്സർ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ നമ്മൾ ഈ ടാങ്കിൻ്റെ അവിടെയൊക്കെ വെച്ച് പോകണം. ഇതാകുമ്പോൾ നല്ല സുഖമാണ്. ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഊരി വെച്ചിട്ടില്ല. കാരണം അതിൻ്റെ ഗുണം കൊണ്ടാണ്. നമുക്കൊരു ഗുണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് പിന്നെ ഉപയോഗിക്കും. പിന്നെ മാത്രമല്ല കേട്ടോ, ഇതിൽ റെയിൻകോട്ട്, റൈഡിങ് ജാക്കറ്റ്, ഹെൽമെറ്റ്, അങ്ങനെ ഗ്ലൗ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഞാൻ അതിൽ വെക്കാറുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ബോക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അതുപോലത്തെ ബോക്സുകളെ കുറിച്ചോ അതുപോലെ റൈഡിങ്ങിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോപ്പത്തെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.